സ്വാഗതം. ചങ്ങരംകുളം ആലങ്കോട് പഞ്ചായത്തിൽ വാർഡ് മെമ്പർ പഞ്ചായത്ത് സെക്രട്ടറിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് പഞ്ചായത്തിന് മുന്നിൽ ജീവനക്കാരുടെ പ്രതിഷേധം. പഞ്ചായത്ത് സെക്രട്ടറിയോട് മോശമായി പെരുമാറിയ 1-ാം വാർഡ് മെമ്പർ PK മുഹമ്മദ് അഷ്റഫ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത്. താനൂർ ബോട്ടപകടത്തിൽ പരിക്കേറ്റ കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം അനുവദിക്കണമെന്ന് 2 കുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ സ്വീകരിച്ചു. റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് നൽകി. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പോലീസിന്റെ പിടിയിൽ. മുണ്ടേരി ഏട്ടപ്പാറ കോളനിയിലെ രമേശിനെയാണ് പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉപ്പട മലച്ചി കോളനിയിലാണ് സംഭവം. മലച്ചി കോളനിയിലെ അനീഷിനെയാണ് ഇയാൾ ആക്രമിച്ചത്. ബസ് ജീവനക്കാരും ബൈക്ക് യാത്രക്കാരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. മുൻപിൽ നിർത്തിയിട്ട ബൈക്ക് ബസ് ഇടിച്ചിട്ടു. ബൈക്കുകാരൻ ബസിന്റെ ചില്ല് അടിച്ചു തകർത്തു. ചെമ്മാട് കോഴിക്കോട് റോഡിൽ പാറക്കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. കോട്ടയ്ക്കൽ റോഡിൽ ഇരിങ്ങല്ലൂർ പുത്തൻപറമ്പിൽ കഴിഞ്ഞ ദിവസം ഇരുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. പുത്തനങ്ങാടി സ്വദേശി പറങ്ങോടൻ മുഹമ്മദ് റാഹിലിന്റെ ബയോബിൻ ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ വിലയേറിയ യന്ത്രങ്ങൾ കത്തിനശിച്ചതായി സ്ഥാപന ഉടമ പറഞ്ഞു. 45 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഗതാഗത നിരോധന ബോർഡുകളിലെ ഭാഷയറിയാതെ ഇതര സംസ്ഥാന വാഹന ജീവനക്കാർ നട്ടം തിരിയുന്നു. പുലാമന്തോൾ കുന്തിപ്പുഴ പാലം നവീകരണത്തിന്റെ ഭാഗമായി ഗതാഗതം നിരോധിച്ചത് അറിയിക്കുന്ന ബോർഡുകൾ മലയാള ഭാഷയിലാണ് എഴുതിയത്. ഇതറിയാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ വലയുകയാണ്. ദീർഘദൂര ട്രെയിനുകളിൽ പോലും യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആവശ്യത്തിന് RPF ഉദ്യോഗസ്ഥരില്ല. കഴിഞ്ഞ ദിവസം കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ മദ്യപാനി നടത്തിയ അതിക്രമങ്ങൾ നേരിട്ടത് യാത്രക്കാർ തനിച്ചായിരുന്നു. RPF സേവനം ആവശ്യപ്പെട്ടെങ്കിലും എത്തിയത് 2 TTE-മാർ മാത്രമാണ്. ഇവർക്ക് പരാക്രമം കാട്ടിയ മദ്യപാനിയെ കായികപരമായി നേരിടാനായില്ല. ഒടുവിൽ യാത്രക്കാർ സംഘം ചേർന്നാണ് അക്രമം തടഞ്ഞത്. വള്ളിക്കുന്നിൽ വാഹനമിടിച്ച് സൈക്കിൾ യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. MVHSS-ലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഷാഹുൽ ഹമീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.